ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു എന്തിനു വേണ്ടിയാണ് ഈ പ്രകരണ ഗ്രന്ഥം രചിച്ചത്. ആത്മലക്ഷണം ഭഗവത്ഗീതയിലും ഉപനിഷത്തുകളിലും എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിന് ഇങ്ങനെ ഒരു ഗ്രന്ഥം? അതിന് ആചാര്യസ്വാമികൾ പറഞ്ഞത് മുമുക്ഷുക്കൾക്ക് വേണ്ടിയാണ് ഈ ഗ്രന്ഥരചന നടത്തിയിരിക്കുന്നത്. അതായത് ആത്മാ എന്ത് എന്നറിയാൻ വേണ്ടിയിട്ട്, ഞാൻ ആര് എന്ന് അറിയണമെന്ന് ഉത്കടമായ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി, അവർക്ക് വളരെ ലളിതമായ ഭാഷയിൽ ഉപനിഷത്തിലെയും ഗീതയിലെയും സന്ദേശങ്ങളെയും അതിനകത്തുള്ള സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പദങ്ങളെയെല്ലാം നല്ല രീതിയിൽ വിശദീകരിച്ച് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്, ഏറ്റവും ലളിതമായി എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുക. പ്രത്യേകിച്ചും മുമുക്ഷുക്കൾക്ക് ലളിതമായ ഭാഷയിൽ ഇതിന്റെ കാര്യങ്ങളെ പറഞ്ഞാൽ അവർക്ക് ഭഗവത്ഗീതയോ ഉപനിഷത്തോ വായിച്ച് നിങ്ങൾക്ക് ഇത് നേടാൻ പറ്റുമോ, ഈ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പറ്റുമോ എന്നുള്ള സംശയം മാറി പതുക്കെ പതുക്കെ നമുക്കും തീർച്ചയായിട്ടും ആത്മസാക്ഷാത്കാരം നേടാം. അതിനുള്ള വഴികളെല്ലാം ഇവിടെ ഭംഗിയായിട്ട് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥരചന എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഒരു ശ്ലോകത്തോടു കൂടി ഈ വിവേക ചൂടാമണി എന്ന ഗ്രന്ഥത്തിന്റെ നമ്മളുടെ ആ ഒരു ഇതിനകത്തുള്ള പഠനം ഇവിടെ ഇന്ന് തീരുകയാണ്. ശരിക്കും ഇതിനകത്ത് 584 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇവിടെ നമ്മൾ വെറും 108 ശ്ലോകങ്ങളെയാണ് എൻ്റെ ഒരു ഗുരുനാഥൻ ഇതിനകത്ത് സെലക്ട് ചെയ്ത് അദ്ദേഹം അത് എന്താ പറയാ, വളരെ വിശദമായി നല്ല രീതിയിൽ നമുക്കത് പറഞ്ഞു തന്നത്. ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തിൽ നിന്ന് 108 ശ്ലോകങ്ങളെ എടുത്ത് അതിനെ വീണ്ടും വളരെ ലളിതമായി സാധാരണ നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നതാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇനിയൊരു ശ്ലോകം കൂടിയുള്ളൂ. ആ ശ്ലോകത്തോടു കൂടി ഈ പ്രകരണ ഗ്രന്ഥം ഇതിവിടെ നമുക്കിന്ന് ഭഗവന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. അടുത്ത ശ്ലോകം. സംസാരാധ്വനിതാപഭാനുകിരണ പ്രോദ്ഭൂതദാഹവ്യഥാ ഖിന്നാനാം ജലകാംക്ഷയാ മരുഭുവി ഭ്രാന്ത്യാ പരിഭ്രാമ്യതാം അത്യാസന്നസുതാംഭുതിം സുഖകരം ബ്രഹ്മാദ്വയം ദർശയന്ത്യേഷാ ശങ്കരഭാരതീ വിജയതേ നിർവാണസന്ദായിനി. സംസാരാധ്വനി താപഭാനുകിരണ പ്രോദ്ഭൂതദാഹവ്യഥാ ഖിന്നാനാം ജലകാംക്ഷയാ മരുഭുവി ഭ്രാന്ത്യാ പരിഭ്രാമ്യതാം അത്യാസന്നസുധാംബുധിം സുഖകരം ബ്രഹ്മാദ്വയം ദർശയന്ത്യേഷ ശങ്കരഭാരതീ വിജയതേ നിർവാണസന്ദായിനി. എന്താ ആചാര്യസ്വാമികൾ അവിടെ പറഞ്ഞ് നമുക്ക് നോക്കാം. ഈ ശ്ലോകത്തില് ഈ തരം ആളുകള് ഈ സാധനങ്ങളെല്ലാം ചെയ്ത് മോക്ഷമടയുകയും ഈ വിവേക ചൂടാമണി എന്ന പ്രകരണ ഗ്രന്ഥം നീണാൾ വാഴട്ടെ, എത്രയോ തലമുറകൾക്ക് ഇത് ഉപകാരപ്രദമാകട്ടെ, അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക ചെയ്യുന്നു.
മുമുക്ഷുക്കൾക്ക് സാധനകൾ ചെയ്ത് മോക്ഷം ലഭിക്കുവാനായിട്ട് ഈ വിവേക ചൂടാമണി എന്ന ഗ്രന്ഥം, പ്രകരണ ഗ്രന്ഥം ധാരാളം കാലം ഇതുപോലെ നിലനിന്ന് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രന്ഥ പ്രയോജനത്തെയും ഇതിനകത്ത് പറയുന്നുണ്ട്. ഏതിനൊരു പ്രയോജനം വേണമല്ലോ. അപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ പ്രയോജനം എന്ത്, അതും ഇവിടെ പറയുന്നു. അതായത് ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. നല്ല വെയിലാണ്, നല്ല വെയിലത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഒരു തണല് കണ്ടാൽ മതി. നല്ല ദാഹവുമുണ്ട്, നല്ല ചൂടാണ്, തീ പോലത്തെ ചൂട്. അപ്പോ ദൂരെ വെള്ളം കാണുന്നു. അപ്പോ എങ്ങനെ ഉണ്ടാകും മനസ്സിന്? പെട്ടെന്ന് ദൂരെ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ നല്ല സന്തോഷം തോന്നും. അപ്പൊ വേഗം നടക്കൊന്നുകൂടെ, നടത്തത്തിന്റെ സ്പീഡ് കൂടുക. ദൂരെ വെള്ളമുണ്ട്, അതാ അങ്ങനെ അവിടെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ആവി വരുന്ന പോലെ, വെള്ളം ചലിക്കുന്ന പോലെ ഇങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞ് വേഗം നടക്കും. അങ്ങ് പോയി നോക്കും തോറും അത് അകന്നകന്നു പോകുന്നു. ആദ്യം കണ്ട സ്ഥലത്ത് ഇപ്പൊ വെള്ളമില്ല, വേറൊരു സ്ഥലത്ത് ദൂരെ കാണിക്കുന്നു. ഇതിന് മരുഭൂമിയിലാണ് സാധാരണ ഇങ്ങനെ കാണുക. ചൂടുകൊണ്ട് പഴുത്തിട്ട് വെള്ളത്തിൽ അലതല്ലുന്ന പോലെ നമുക്ക് ദൂരെ ഇങ്ങനെ കാണാം. നമ്മുടെ സാധാരണ റോഡുകളിലും ഇത് കാണാറുണ്ട്. നല്ല ടാറിട്ട റോഡിൽ, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ കുറെ ദൂരത്ത് നോക്കിയാൽ അവിടെ ഇങ്ങനെ വെള്ളം പോലെ നമുക്ക് തോന്നും. ഇതിന് മരുജലം എന്ന് പറയും. മരുജലം പോലെ എന്ന് പറയുന്നത് ഇതിനെയാണ്. മരുഭൂമിയിലെ ജലം പോലെ തോന്നുന്നു എന്ന് പറയുന്നത് ഇതിനാണ്. അതായത് ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രതിഭാസം. അപ്പൊ വേഗം പോയി നോക്കി, അപ്പോഴും മരുജലമാണ് അത് എന്ന് മനസ്സിലായി. അപ്പൊ തനിക്ക് തെറ്റുപറ്റി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വീണ്ടും മുന്നിലേക്ക് പോകുന്നു, വീണ്ടും ദൂരെ വെള്ളം പോലെ കാണുന്നു, അവിടെയും ചെല്ലുമ്പോൾ വീണ്ടും തെറ്റുപറ്റുന്നു. അങ്ങനെ ഇത് ആവർത്തിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു തുള്ളി വെള്ളത്തിന് അതിയായി ദാഹിക്കുന്ന ഒരാൾക്ക് പല പ്രാവശ്യം കബളിപ്പിക്കപ്പെട്ടു. അപ്പൊ ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് അവിടെ കൊടുത്താൽ അത് കിട്ടുമ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? എത്രയോ പ്രാവശ്യം ഉണ്ടെന്ന് വിചാരിച്ച് ചെല്ലുന്നു, കബളിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഒരു തുള്ളി വെള്ളം കിട്ടാനുള്ള ആ ഉള്ളിലെ ആഗ്രഹം അങ്ങനെ അതിൻ്റെ പരമകാഷ്ഠയിലെത്തിയിരിക്കുക. എങ്ങനെയെങ്കിലും ഒരു ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ്, ഒരു ഇറ്റ് വെള്ളമെങ്കിലും കിട്ടിയാൽ മതി എന്നൊരു തോന്നൽ വന്നിരിക്കുമ്പോൾ ഒരാള് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ ഉണ്ടാവുന്നൊരു സന്തോഷവും മനസ്സിന്റെ ഒരു സമാധാനവും അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല, അല്ലേ? നമുക്കൊക്കെ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഓരോ സന്ദർഭങ്ങളിൽ ഓരോ രീതിയിലാണ് നമുക്ക്. അതുപോലെയാണ് ഈ ഉപദേശം. ശങ്കരാചാര്യസ്വാമികളുടെ ഈ പ്രകരണ ഗ്രന്ഥത്തിൽ കൂടിയുള്ള ഉപദേശം അതാണ്. ശരിയാണല്ലോ, നമ്മൾ ആലോചിച്ചാൽ നമുക്ക് തന്നെ അറിയാം. നമ്മൾ കുറേ വാക്കുകളും കാര്യങ്ങളും ഒക്കെ ഉപനിഷത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കേട്ടു. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, അതുമാതിരി പഞ്ചകോശങ്ങള്, പഞ്ചഭൂതങ്ങള്, പിന്നെ അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള, അതായത് വേദാന്തത്തിൽ ഉപയോഗിക്കുന്ന കുറേ പദങ്ങൾ, അതൊന്നും ഒരു സാധാരണ നിലയ്ക്ക് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലായില്ല. വെറുതെ വാക്യാർത്ഥം നോക്കിയാലും ഒന്നും മനസ്സിലാകത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വാക്യാർത്ഥമല്ല എടുക്കണ്ടേ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അതെല്ലാം കണക്കുകൂട്ടി എങ്ങനെയാണോ ഒരാൾക്ക് വേദാന്തത്തിൽ താല്പര്യമുള്ള ഒരാൾക്ക് അയാളുടെ അന്തിമ ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരം, അവനവനെ അറിയൽ എന്നുള്ള, ഞാൻ ആര് എന്ന് സ്വയം തിരിച്ചറിയൽ, ഈ ശരീരമല്ല എന്ന് തിരിച്ചറിയുകയും ഈ ശരീരം വിടുന്നതിന് മുമ്പേ തന്നെ ഞാൻ ശരീരമല്ല എന്നറിഞ്ഞ് സർവവ്യാപിയായ പരബ്രഹ്മം തന്നെയാണ് ഞാൻ എന്നറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. വരുന്നതെല്ലാം വരട്ടെ, ഈ പ്രാരബ്ധം തീരുന്നവ വരെ ഈ ശരീരം കാണും, ഞാനിപ്പോൾ പൂർണ്ണ സംതൃപ്തനാണ്, ഒരു ഇന്ദ്രിയത്തിനും എന്നെ ഇളക്കാൻ പറ്റില്ല, ഒരു ഇന്ദ്രിയത്തിനും എന്നെ വശീകരിക്കാൻ പറ്റില്ല
എന്റെ ചൊൽപ്പടിയിലാണ് എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം. ഞാൻ പറയുന്നതേ അവ അനുസരിക്കൂ. അല്ലാതെ ഇത്രയും കാലം അവരെന്നെ ഭരിച്ചിരുന്നു, ഇപ്പോഴെങ്കിലും എനിക്ക് വിവേകചൂഡാമണി എന്ന ആ ഗ്രന്ഥം ശങ്കരാചാര്യ സ്വാമികൾ തന്ന ആ അനുഗ്രഹം എനിക്ക് നേടാൻ സാധിച്ചു. എനിക്കിപ്പോ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയും തീവ്രമായ സാധനയിൽ കൂടി എനിക്ക് ആ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്ന് ഒരാൾക്ക് കിട്ടാവുന്ന, ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ വിവേക ചൂഡാമണി എന്ന ഗ്രന്ഥത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ സുഖം നമ്മൾ അനുഭവിക്കുന്നവരാണ് ഇപ്പോ, ഇല്ലേ? നമ്മൾ എത്രയോ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലായി. ഇനി അത് ആചരണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ഗ്രന്ഥം പഠിക്കുമ്പോൾ അപ്പൊ തന്നെ അത് ആചരണത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഒരു ഗ്രന്ഥം പഠിക്കുമ്പോൾ പതുക്കെ പതുക്കെ അതിനകത്തെ കാര്യങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാനേ ആദ്യം പറ്റുള്ളൂ. മനസ്സിൽ കൊണ്ടുവന്ന് അതിനെ ആചരണത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അത്ര എളുപ്പമല്ല. ഒന്നും വേണ്ട, സത്യം മാത്രമേ പറയാവൂ എന്ന് പറയുന്ന ഒരു കാര്യം എത്രത്തോളം നമുക്ക് പറ്റിയിട്ടുണ്ട് ജീവിതത്തിൽ. പല സന്ദർഭങ്ങളിലും നമ്മൾ എന്ത് വിചാരിക്കും, ഇതിപ്പോ സത്യം ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ അവിടെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ സത്യം പറയാതിരിക്കും. അസത്യം പറഞ്ഞോളന്നില്ല, സത്യത്തെ തന്നെ മൂടി വെക്കും നമ്മൾ പലപ്പോഴും. അസത്യം പറയുമെന്ന് ഞാൻ പറയില്ല, കാരണം നമ്മൾ ആരും അങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആധ്യാത്മിക പാതയിലേക്ക് കടന്ന ശേഷം പറഞ്ഞിട്ടുണ്ടാവില്ല. അതിനു മുമ്പ് ഒരു പക്ഷേ നമുക്കിതൊന്നും അറിയാത്ത കാലത്ത് നമ്മൾ ചിലപ്പോൾ അസത്യമൊക്കെ പറഞ്ഞിരിക്കാം. അതേമാതിരി ഇപ്പോ അധർമ്മം ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഒരു അധർമ്മവും നമ്മുടെ ഇത് പഠിക്കുന്ന വിവേക ചൂഡാമണി പഠിക്കുന്ന ആരും ഒരു അധർമ്മവും ചെയ്യില്ല, ഉറപ്പാണ്. ഒരധർമ്മം ചെയ്താൽ മതി, പിന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. മനസ്സ് കലുഷമായില്ലേ അവിടെ. അപ്പൊ മനസ്സിനെ ശുദ്ധമാക്കുന്ന കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് നമ്മൾ സാധനാ ചതുഷ്ടയം എന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി. അതിനകത്ത് വിവേകം, വൈരാഗ്യം, പിന്നെ 6 കാര്യങ്ങള്, ശമതമാദികൾ എന്നുള്ള 6 കാര്യങ്ങള്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇതൊക്കെ പതുക്കെ പതുക്കെ ജീവിതത്തിൽ ഓരോന്നായിട്ട് ആദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, പിന്നെ സാധനകൾ മുടങ്ങാതെ ചെയ്യുക, വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുക, കുറച്ചു നേരം ഏകാന്തമായിട്ടിരിക്കാൻ പഠിക്കുക, ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്ന് ഒഴിവാവുക, നമ്മളെക്കുറിച്ച് വല്ലവരോടും വീണ്ടും വീണ്ടും പറയാതിരിക്കുക. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇത്രയൊക്കെ അറിയാം, ഒരിക്കലും പറയരുത്. ഞാൻ ഇന്ന സാധനയൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് പെരുന്നു മാത്രം അറിവ് കിട്ടി, എന്താണെന്നറിയാവോ, സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ, അങ്ങനെയൊന്നും ആരോടും സംസാരിക്കരുത്. ഇതൊക്കെ അവനവന്റെ അറിവിന് വേണ്ടിയിട്ട്. അപ്പോ ഇതുപോലൊരാള്, ആഗ്രഹമുള്ള ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ പഠിക്കുന്നേ? ഞങ്ങൾ വിവേക ചൂഡാമണി ആണ് പഠിക്കുന്നത്. അത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരാളോട് അവർ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇതിൽ കൂടി പഠിക്കാൻ സാധിച്ചത് നിങ്ങൾക്കെന്ന് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു വിവരണം അവരോട് മാത്രം പറയാം. എന്നിട്ട് പറയാം, കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ ഗ്രന്ഥം ആരെങ്കിലും വിവർത്തനം ചെയ്തതോ അങ്ങനെ മെല്ലെ വായിച്ചു നോക്കൂ. പ്രകരണ ഗ്രന്ഥങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്, എന്നിട്ടേ ഉപനിഷത്തുകളിലേക്ക് പോകാവൂ. ഉപനിഷത്തും കൂടെ കഴിഞ്ഞിട്ടേ ഭഗവത്ഗീതയിലേക്ക് പോകാവൂ. കാരണം ഭഗവത്ഗീത ഉപനിഷത് സാരമാണ്. ഇപ്പൊ എല്ലാവരും ആദ്യമേ ചാടിക്കേറി ഭഗവത്ഗീത പഠിക്കാൻ പോകും. പഠിച്ചോട്ടെ, നല്ലത് തന്നെ. ശ്ലോകങ്ങൾ കാണാപ്പാഠമാക്കി ചൊല്ലുന്നത് വളരെ വിശേഷം. ഈശ്വരാനുഗ്രഹം ഉണ്ടാവും, ഈ വഴിയിലേക്ക് കൂടുതൽ വരാൻ പറ്റും. പക്ഷെ വെറുതെ ഭഗവത്ഗീത ആദ്യം പോയി പഠിച്ചാൽ നമുക്കതിൽ നിന്ന് കിട്ടേണ്ടതായ ആ സത്ത് കിട്ടില്ല. പുറത്തോടെയൊക്കെ പോകണം. ഒരു ഫ്രൂട്ട് കയ്യിൽ കിട്ടിയാൽ അതിന്റെ സത്ത് നമുക്ക് കിട്ടണ്ടേ? അപ്പോഴല്ലേ നമുക്ക് അതിന്റെ പരിപൂർണമായിട്ടുള്ള ഫലം വരുള്ളൂ. അപ്പോ ആ ജ്യൂസ് കിട്ടണം. ജ്യൂസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വഴിയിൽ കൂടി, പ്രകരണ ഗ്രന്ഥങ്ങളിൽ കൂടി പോകണം. നമുക്കൊരു മഹാഭാഗ്യം ഉണ്ടായത് തത്വബോധം എന്നൊരു പ്രകരണ ഗ്രന്ഥം നമുക്ക് പഠിക്കാൻ സാധിച്ചു. അത് വളരെ വിശേഷപ്പെട്ടതാണ്, അത് പഠിക്കാൻ സാധിച്ചു.
അതിനുശേഷം അതുപോലെ തന്നെ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കേമമാണ് ശരിക്കും പറഞ്ഞാൽ വിവേക ചൂടാമണി കഴിഞ്ഞിട്ട് വേണമായിരുന്നു സത്യബോധത്തിൽ പോകണ്ടേ. പക്ഷെ നമുക്ക് ആദ്യം കയ്യിൽ കിട്ടിയത് അതായതുകൊണ്ട് നമ്മൾ അതിൽ പോയി. പിന്നെ വിവേക ചൂടാമണിയിലേക്ക് വന്നു. ഇനിയും ഒരു പ്രകരണ ഗ്രന്ഥം, 1-2 പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്. അതും നമ്മൾ വഴിയെ നോക്കാം. ഏതാണ് വേണ്ടതെന്ന് തീരുമാനിച്ചില്ല. നമുക്ക് അടുത്ത ദിവസം കുറച്ച് ഒരാഴ്ചയെങ്കിൽ സമയം വേണ്ടി വരും. നമുക്കൊന്ന് തീരുമാനിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏത് പ്രകരണ ഗ്രന്ഥമാണോ ഉള്ളത് അതിനകത്തുകൂടെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അങ്ങനെ നോക്കിയിട്ട് മുന്നോട്ട് പോകാം. അപ്പോ ആചാര്യസ്വാമികൾ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നു. വരുന്ന തലമുറയ്ക്കെല്ലാം ആത്മജ്ഞാനത്തിനുള്ള വഴി ഇവിടെ കാണിച്ചു തരുന്നു. അതാണ് ഇപ്പൊ പറഞ്ഞ മരുഭൂമിയിലെ ജലം, മരുഭൂമിയിൽ ജലം അന്വേഷിച്ചു പോയി, ജലമുണ്ട് എന്ന് വിചാരിച്ച്, അതായത് സംസാര സാഗരത്തിൽ ഇങ്ങനെ പോയി ഇത് സുഖം തരും അത് സുഖം തരും, ഇത്രയും വർഷം ഓരോന്നും സുഖം തരും സുഖം തരും എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി. അതെല്ലാം നമ്മൾ ഗ്രഹിക്കുകയും ചെയ്തു, നമ്മൾ സമ്പാദിച്ചു. ആ സമ്പാദിച്ചതൊന്നും സ്ഥിരമായ സുഖം തരില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ രക്ഷയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലായി കാണണം എല്ലാവർക്കും. ഒന്നും ശാശ്വതമായ സുഖത്തെ തരുന്നില്ല എന്ന് ഈ പ്രായത്തിലെങ്കിലും മനസ്സിലായി കാണും. അങ്ങനെ മനസ്സിലായി കഴിയുമ്പോഴാണ് പിന്നീട് അപ്പോൾ പിന്നെ ശാശ്വതമായ സുഖം എങ്ങനെ ലഭിക്കും, അതുണ്ടെന്നാണല്ലോ വേദാന്തം പറയുന്നേ, അതെങ്ങനെ ലഭിക്കും എന്ന് പറയുമ്പോഴാണ് പറയുന്നത് പൂർണ്ണമായ മനസ്സംതൃപ്തി നേടണം. അത് തന്നെയാണ് മോക്ഷം. അത് തന്നെയാണ് ഇനിയൊരു ശരീരം ഉണ്ടാകാതിരിക്കാനുള്ള മാർഗം. ഇനിയൊരു മരണം ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇനിയൊരു ജനനം ഇല്ലാതിരിക്കണം. ജനിച്ചാലല്ലേ മരിക്കുള്ളൂ. അപ്പൊ ഇനിയൊരു ജനനം നമുക്ക് വേണ്ട. ഈ പ്രാവശ്യത്തെ ഈ ശരീരം വിടുന്നു, അതിന്റെ പേര് മരണം. ആ ശരീരം വിടുന്നത് ഈ പ്രാവശ്യത്തോടുകൂടി ഒരേ ഒരു മരണമേ നമുക്ക് ഇനി പാടുള്ളൂ. ഈ ശരീരം പോകുന്നൊരു മരണം. ഇതിനുശേഷം ഒരു മരണം നമുക്ക് പാടില്ല. കാരണം ഇനി നമുക്ക് ജനിക്കാൻ താല്പര്യമില്ല, നമ്മൾ ജനിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമ്മൾ സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന സച്ചിദാനന്ദ പരബ്രഹ്മമായിട്ട് നമ്മൾ അറിയും. അവനവനെ സ്വയം അറിയും. ഞാൻ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു, ഞാൻ ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല, എല്ലാത്തിലും ഞാനാണ്. ഏതൊരു ശക്തിയാണോ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയും. വിവേക ചൂടാമണി നന്നായിട്ട് പല പ്രാവശ്യം ഇത് പഠിച്ചാൽ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഒപ്പം നല്ല തീവ്രമായ സാധനയും കൂടെ ഉണ്ടായിരിക്കണം. ഈ ശരീരം വിടുന്നതിന് മുമ്പ് അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പൊ മരണം സംഭവിക്കുന്നത് അല്ലേ? പെട്ടെന്നാണ്, എപ്പോ വേണമെങ്കിൽ നമുക്ക് ഈ ശരീരം വിട്ടുപോകാം. അതുകൊണ്ട് എപ്പോഴും ഈ ചിന്തയിലിരിക്കുക, എപ്പോഴും പൂർണ്ണ തൃപ്തിയിലിരിക്കുക. അത്ര മതി, ഭയങ്കര എളുപ്പമാണ്. ഏറ്റവും പൂർണ്ണ തൃപ്തിയിലിരിക്കുക. എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ആ ആഗ്രഹം സാധിച്ചില്ല, ഈ ആഗ്രഹം സാധിച്ചില്ല, അയാളെ കണ്ടില്ല, മക്കൾ വന്നില്ല, ഇതൊന്നും പാടില്ല. ഇതൊക്കെ വിട്ടുപോയിട്ട് ഞാൻ സംതൃപ്തനാണ്, ഞാൻ സംതൃപ്തയാണ്, എനിക്ക് ഇനി ഒന്നും നേടേണ്ടതായില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോ ഏത് സമയവും മരണം വന്നാലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നാമം മാത്രം ജപിക്കുക. എന്താണ് ഇതിനൊരു വഴി? നാമജപം തന്നെയാണ് ഇതിനുള്ള വഴി. നാക്കിൽ നിന്ന് നാമം ഒഴിയാതിരിക്കട്ടെ. ഫുൾ ടൈം നാമം ജപിക്കുക. എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ നാമം ജപിക്കുക. എപ്പോ മരണം വന്നാലും നാക്കില് നാമമായിരിക്കണം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ അന്തിമ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. പല വസ്തുക്കളും നമ്മൾ ആശ്രയിച്ചു, അവയൊന്നും നമ്മുടെ മനസ്സിനെ നിറച്ചില്ല. പണം, പദവി, സേവകര്, ബന്ധുക്കള്, ഇതൊന്നും നമ്മളെ ഇതുവരെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തിയിട്ടില്ല. കുറച്ചു കഴിയുമ്പോൾ ഒരു ഭാരം വരെ ആകാറുണ്ട് പലതും. ആദ്യം സുഖം എന്ന് വിചാരിച്ച് നമ്മൾ സമ്പാദിച്ച പലതും പിന്നീട് വളരെ ഭാരമായി തീരാറുണ്ട്. പണത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. പണത്തിന് വേണ്ടി ആഗ്രഹിച്ച് ധാരാളം പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്താ? പിന്നെ ചെലവാക്കാൻ മടി തുടങ്ങും. ഒന്നാമത്തെ കാര്യം അവിടെ തുടങ്ങും. പിന്നെ ഇതിനെ സൂക്ഷിക്കാനുള്ള തത്രപ്പാട്, ഭയമായി. പിന്നെ മനസ്സിൽ ഇത് പോയാലോ അവിടെ തീർന്നു. ഭയം, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഭയം വന്നാൽ തീർന്നില്ലേ? നിർഭയനാവാനാണ് പ്രാർത്ഥിക്കുന്നത്. അഭയമാണ് ഭഗവാൻ തരുന്നത്. ഭഗവാൻ അഭയം തരുന്നു, നമ്മൾ നിർഭയനാവണം. പക്ഷെ ഓരോന്ന് സമ്പാദിക്കുമ്പോഴും ഭയമാണ്. എന്ത് ഭയം? കിട്ടിയത് നഷ്ടപ്പെട്ടാലോ. അപ്പൊ കിട്ടിയ സുഖം പോയില്ലേ? നിസ്സാര കാര്യല്ലേ? ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. കിട്ടിയ സുഖം അനുഭവിക്കണമെങ്കിൽ കിട്ടിയത് പോയാലോ എന്നുള്ള ഭയം പാടില്ല. പക്ഷെ അതുണ്ടാവും. പ്രത്യേകിച്ചും ഇപ്പോ നോക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങള്, ഓരോ തരം കൊലപാതകങ്ങള്,
ഓരോ തരം പിടിച്ചുപറികള്, പിന്നെ പ്രകൃതിയുടെ വിളയാട്ടം വേറെ, എന്ത് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ സംഭവിക്കാം, എല്ലാം പോവുമല്ലോ എന്നുള്ളൊരു തോന്നൽ. പോട്ടെ, ഇത് പോകും, ഇന്നല്ലെങ്കിൽ നാളെ ഇത് പോകും, ഒരു സംശയമില്ല. ഇതാണ് തിരിച്ചറിയേണ്ടത്. അത് പോട്ടെ, പോകാത്ത ഒന്നുണ്ട്. ആര്? ഞാനെങ്ങും പോവില്ല. ഞാൻ ഈ ശരീരം പോയേക്കാം, പക്ഷെ ഞാൻ പോകത്തില്ല, ഞാൻ ഇവിടെ ഉണ്ടാവും. കുഞ്ഞായിരുന്നപ്പോഴും ഞാനുണ്ട്, ഗർഭത്തിലും ഞാൻ ഉണ്ടായിരുന്നു, ഇതിനു മുമ്പുള്ള ജന്മങ്ങളിലും ഞാൻ തന്നെ ആയിരുന്നു. അതിന്റെ പരിണതഫലമായിട്ടുള്ള സഞ്ചിത കർമ്മത്തിൽ കൂടിയിട്ടുള്ള പ്രാരബ്ധം പറ്റിയിട്ടുള്ള ഇപ്പോ ഈ ശരീരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പണ്ടുണ്ടായിരുന്നു, ഇനിയും ഞാൻ ഉണ്ടാകും. പക്ഷെ ഇനി ശരീരത്തിൽ ഞാൻ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല, സംസാര സാഗരത്തിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉറച്ച തീരുമാനത്തോടുകൂടി മുന്നാക്കം പോകണം. അപ്പൊ ഇതിന് ഒരു വഴിയുള്ളൂ. എന്തെങ്കിലും വേറെ എനിക്ക് ജീവിതത്തിൽ സംതൃപ്തി തന്നോ? ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോഴല്ലേ നമുക്ക് ഈ വഴിയിലേക്ക് വരാൻ തോന്നുള്ളൂ. അതുകൊണ്ട് അറ്റാച്ച്മെന്റും പാടില്ല. ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഉണ്ടാകരുത്. അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ വീണ്ടും ജനിക്കും. അറ്റാച്ച്മെന്റ് പാടില്ല. പലരും ഉണ്ട്, എനിക്കൊന്ന് കാണണം എൻ്റെ മോനെ, അവസാനമായിട്ട് അവനെങ്കിലും ഒന്ന് കാണണം. പോയി പരിപാടി തീർന്നു ഇവിടെ. അതൊക്കെ കാണലും പിടിക്കലൊക്കെ നേരത്തെ തീർത്തോണം. വയ്യാണ്ടായി കിടപ്പിലാകുമ്പോഴത്തേക്കൊക്കെ അവസാനിപ്പിക്കണം അതെല്ലാം. അതിനാണ് നാമജപം, എപ്പോഴും നാമം കാണണം. ആരെ കാണണം? ഭഗവത് സ്വരൂപം കാണണം, വേറൊന്നും കാണണ്ട. എനിക്ക് കാണണം, ഭഗവത് സ്വരൂപം കാണണം. എനിക്ക് കിട്ടണം എന്ത്? ഭഗവാനെ കിട്ടണം, ഈശ്വരനെ കിട്ടണം. നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമുണ്ടെന്ന് പറയുന്ന ആ സത്യമാണ് ഞാൻ ആകേണ്ടത്, എനിക്ക് അതാണ് വേണ്ടത് എന്ന് സദാ ചിന്തിച്ചു കൊണ്ടിരിക്കണം. ബാക്കിയെല്ലാം തനിയെ വന്നോളും. ഇനിയും കാണൂലോ, പല ആഗ്രഹങ്ങളും ചെറുതായിട്ടൊക്കെ ഉള്ളിൽ കാണും. പക്ഷെ ഭഗവാനിലേക്ക് മാത്രം മനസ്സിനെ തിരിച്ചാൽ അതും കൂടി തന്ന് ഭഗവാൻ മനസ്സിനെ പൂർണ്ണമാക്കും. ഒരു സംശയമില്ലാത്ത കാര്യം. അതും ഭഗവാൻ തരും. നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കാൻ നമ്മുടെ തീക്ഷ്ണമായ ആഗ്രഹം ഭഗവാൻ മനസ്സിലാക്കിയാൽ നമ്മളെ ഭഗവാൻ അവിടെ എത്തിക്കും. ഏറ്റവും വലിയൊരു എന്താ വേറെ, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവാൻ കൈവിടുവോ? ഒരിക്കലും കൈവിടില്ല. അതിന്റെ കൂട്ടത്തെ വേറെ പലതും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഒരേ ഒരു ആഗ്രഹം ഭഗവാനെ നേടലാണ്. ഭഗവാന്റെ കയ്യിൽ നിന്നുള്ള മറ്റു സാധനങ്ങളല്ല എനിക്ക് വേണ്ടേ, എനിക്ക് വേണ്ടത് ഭഗവാനെയാണ് എന്ന് ഒരു തീവ്രമായ ആഗ്രഹം ഉള്ളിൽ ഉണ്ടാകണം. നമ്മുടെ ഭക്തിക്കുള്ള പ്രശ്നം എന്താ? നമ്മുടെ എല്ലാം ഭക്തി എന്തെങ്കിലും ഭഗവാൻ തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്തിയാണ്. നമുക്ക് ഭഗവാനെ വേണമെന്നുള്ള ഭക്തിയല്ലേ ഉണ്ടാവണ്ടേ? അതല്ലേ വേണ്ടത്, ഭഗവാനെ അല്ലേ വേണ്ടേ? അങ്ങനെ ചിന്തിക്കാൻ ഈ വിവേക ചൂടാമണി നമ്മളെ ഈ വഴിയിലൂടെ പോകുമ്പോൾ നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കും. മനസ്സ് നിറയാൻ ഒരേ ഒരു ഉപായമേ ഉള്ളൂ, അത് ബ്രഹ്മജ്ഞാനം, ആത്മജ്ഞാനം, അവനവനെ അറിയൽ. ഞാൻ അറിയുന്നു, ഞാൻ കാണുന്നു, ഈ ഞാൻ എന്ത്, ഈ ഞാൻ ആര്, അങ്ങനെ ചിന്തിച്ച് ഈ ഗ്രന്ഥത്തെ പൂർണ്ണമായിട്ട് പല പ്രാവശ്യം പഠിക്കണം. നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. സംസാരധ്വനി. എന്താണ് സംസാര അധ്വനി? സംസാര അധ്വനി, സംസാരം എന്ന പാത, അതായത് സംസാരം എന്ന ജീവിതയാത്ര. സംസാരം എന്ന പാത, ജീവിതയാത്ര. അധ്വനി എന്ന് പറഞ്ഞാൽ പാത എന്നാണ്. താപഭാനുകിരണ. എന്താണ് താപഭാനുകിരണ? ചൂട്. താപം എന്ന് പറഞ്ഞാൽ ചൂട്, ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ, കിരണം എന്ന് പറഞ്ഞാൽ രശ്മി. നല്ല ചൂടോട് കൂടിയ സൂര്യരശ്മികൾ. പ്രത്യേകം പറയേണ്ട കാര്യമില്ല, പക്ഷെ അതിന്റെ പ്രാധാന്യത്തെ പറയാൻ വേണ്ടിയിട്ട്, ചൂടിന്റെ ആ ആധിക്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂടോടുകൂടിയ സൂര്യരശ്മികൾ. സൂര്യരശ്മിക്ക് ചൂടല്ലാതില്ലല്ലോ, ചന്ദ്രനിൽ നിന്ന് വരുന്ന പ്രകാശത്തിനല്ലേ തണുപ്പ്. പക്ഷെ പറഞ്ഞത് എന്തിനു വേണ്ടി? താപഭാനുകിരണം എന്ന് പറയാൻ കാരണം, താപഭാനു എന്ന് പറയാൻ കാരണം അതിന്റെ ആ ചൂടിന്റെ കാഠിന്യത്തെ പറയാൻ വേണ്ടിയിട്ട്. പ്രോദ്ഭൂത ദാഹവ്യത. പ്രോദ്ഭൂതം, കൂടുതലായിട്ട് വർദ്ധിച്ച തോതിൽ, വലിയ രീതിയിൽ. പ്രോദ്ഭൂതം, ദാഹവ്യത, ദാഹം കൊണ്ടുള്ള വിഷമം. പ്രോദ്ഭൂതം, വളരെ വർദ്ധിച്ച തോതിലുള്ള ദാഹവ്യത, ദാഹം കൊണ്ടുള്ള വിഷമം. ഖിന്നാനാഹ. ഖിന്നാനഹ എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്ന ആള്. അങ്ങനെ ദാഹവ്യത കൊണ്ട് സങ്കടപ്പെടുന്നവൻ ഖിന്നാനഹ. ജലകാംക്ഷയ, വെള്ളം വേണമെന്ന ആഗ്രഹത്താൽ. ജലകാംക്ഷയ. മരുഭുവി, മരുഭൂമിയിൽ. ഭ്രാന്ത്യ, ഭ്രമം കൊണ്ട്. പരിഭ്രാമ്യതാം, അലഞ്ഞു തിരിഞ്ഞ്. അപ്പോ ഭ്രാന്ത്യ എന്നവിടെ പറയുന്നതിന്
ബൈ മിസ്റ്റേക്ക് എന്നും കൂടി ഉണ്ട്. ഭ്രമം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ല, തെറ്റായിട്ട് അറിയാതെ, ശരി എന്താ തെറ്റെന്ന് അറിയാതെ അവിടെ കാണുന്നത് വെള്ളമാണെന്ന് വിചാരിച്ച് തെറ്റായിട്ട് അതിനെ സമീപിക്കുന്ന അതിനാണ് ഭ്രാന്ത്യ. അത്യാസന്ന സുതാംബുധിം, ഏറ്റവും അടുത്ത്. അത്യാസന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത്. നമ്മൾ പറയുന്ന അത്യാസന്നമല്ല, ഏറ്റവും അടുത്ത് എന്നുള്ള അത്യാസന്ന. സുതാംബുധിം, അമൃത കടൽ. സുതാംബുധിം, അമൃത കടൽ. സുഖകരം, സുഖം തരുന്നത്. അദ്വയം ബ്രഹ്മ, രണ്ട് എന്നൊന്നും ഇല്ലാത്ത ബ്രഹ്മം. ബ്രഹ്മത്തിന് അങ്ങനെ ഇല്ലല്ലോ, ബ്രഹ്മം ഒന്നേ ഉള്ളൂ. രണ്ടില്ലാത്തത് കൊണ്ടാണ് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ദർശയന്തി, കാണിച്ചു തരുന്നു. ദർശയന്തി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരുന്നു. എന്ത്? ഏഷ, ഈ ശങ്കരഹ ഭാരതി എന്ന് പറഞ്ഞാൽ, ശങ്കരഹ എന്ന് പറഞ്ഞാൽ ഇവിടെ മോക്ഷത്തെയാണ് ആചാര്യസ്വാമി പറഞ്ഞിരിക്കുന്നത്. ശങ്കരഭാരതി എന്ന് പറയുമ്പോൾ മോക്ഷം തരുന്ന വാക്ക്. ശങ്കരഭാരതി എന്ന് പറയുമ്പോൾ മോക്ഷം തരുന്ന വാക്ക്. മോക്ഷം തരുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ മോക്ഷം തരുന്ന ഉപദേശം. ശങ്കരഭാരതി, മോക്ഷം തരുന്ന വാക്ക് അഥവാ മോക്ഷം തരുന്ന ഉപദേശം. ദാഹം മാറാനായിട്ട് പുതിയതായിട്ട് വെള്ളം സൃഷ്ടിക്കണം, വേണ്ടല്ലോ. ദാഹം മാറാനായിട്ട് ഉള്ള വെള്ളത്തിനെ കാണിച്ച് കൊടുത്താൽ മതി, അവിടെ നിന്ന് എടുത്ത് കുടിക്കാം. വേറെ പുതിയതായിട്ട് സൃഷ്ടിക്കേണ്ട കാര്യമില്ല, ഇവിടെ ഉണ്ട്, അതിനെ കാണിച്ചു കൊടുത്താൽ മതി. അതുപോലെ ബ്രഹ്മദർശനത്തിന് വേണ്ടി പ്രത്യേകം സൃഷ്ടി ബ്രഹ്മത്തിന്റെ ആവശ്യമില്ല. ബ്രഹ്മം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതാണ്, എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നു, നമ്മളിലും നിൽക്കുന്നു, നമ്മുടെ ഉള്ളിലും നിൽക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ അത് തന്നെയാണ്, നമ്മൾ അത് തന്നെയാണ്, നമ്മുടെ സത്തതാണ്, നമ്മുടെ സത്യം അതാണ്, നമ്മൾ സച്ചിത്താണ്, ആനന്ദമാണ്. ഇതെങ്ങനെ മനസ്സിലാവും? വെള്ളമുണ്ടെന്ന് ആരെങ്കിലും കാണിച്ചു തരണം. അതുപോലെ ഈ ബ്രഹ്മസത്യത്തെ, അവനവന്റെ സത്യത്തെ, ഞാൻ ആരെന്നുള്ള പരമസത്യത്തെ ആരെങ്കിലും കാണിച്ചു തരണ്ടേ? കാണിച്ചു തരുന്നു. ആര്? ശങ്കരാചാര്യസ്വാമികള്. എങ്ങനെ കാണിച്ചു തരുന്നു? ഈ വിവേക ചൂടാമണി എന്ന പ്രകരണ ഗ്രന്ഥത്തിൽ കൂടി. വിജയത്തെ, നന്നായി പ്രയോജനം ചെയ്യട്ടെ, നന്നായി വിജയിക്കട്ടെ. പുസ്തകത്തിന്റെ വിജയം എപ്പോഴാണ്? അത് ഒരുപാട് പേർക്ക് കയ്യിൽ കിട്ടുകയും അത് വായിക്കുകയും അതിൽ കൂടി കിട്ടേണ്ടതായ ഫലം കിട്ടുകയും ചെയ്യുമ്പോഴാണ് പുസ്തകങ്ങൾ വിജയിക്കുന്നത്. അങ്ങനെ ഈ ഗ്രന്ഥം വിജയിക്കട്ടെ. എങ്ങനെ വിജയിക്കും? അപ്പോ മുമുക്ഷുക്കൾ എല്ലാവരും ഇത് പഠിച്ച് അവർ മോക്ഷം തേടുമ്പോൾ ഗ്രന്ഥം വിജയിക്കും. ഇത് വേറൊരു പ്രയോജനവും കൂടെ തരുന്നു എന്നാ പറയുന്നത്. ഈ ഗ്രന്ഥം വേറൊരു പ്രയോജനം കൂടെ തരുന്നു. എന്താണത്? നിർവാണ സന്തായിനി. നിർവാണ സന്തായിനി. എന്താണ് നിർവാണം? നിർവാണം എന്ന് പറഞ്ഞാൽ വിദേഹമുക്തി. ഈ ശരീരം വിട്ട ശേഷം വീണ്ടും ഒരു ശരീരം എടുക്കാതിരിക്കൽ, വിദേഹമുക്തി. സന്തായിനി, കൊടുക്കുന്നത്, വിധേയമുക്തിയെ കൊടുക്കുന്നത്. സംശയമില്ലല്ലോ. മുമുക്ഷു ഇവിടെ മുക്തി കിട്ടിയാൽ പിന്നെ വിദേഹമുക്തി ഉറപ്പാണ്. അപ്പൊ അങ്ങനെ വിദേഹമുക്തിയും കൂടി ഇതിലൂടെ ലഭിക്കും. ജീവനോടെ ഇരിക്കുമ്പോഴേ സങ്കടം മാറും. പിന്നീടോ ശരീരം വിട്ട ശേഷവും വീണ്ടും ശരീരം വരില്ല, വിദേഹമുക്തി ലഭിക്കും. ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കും ഈ ഗ്രന്ഥ പഠനത്തിലൂടെ. ഇതില് 584 ശ്ലോകം എന്ന് ചിലർ, 85 ശ്ലോകം എന്ന് ചിലർ പറയുന്നു, 581 ശ്ലോകം എന്ന് ചിലർ പറയുന്നു. നമ്മളിവിടെ 108 ശ്ലോകമാണ് ആചാര്യസ്വാമികളുടെ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുത്തത്. അതാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇപ്പോ മൊത്തത്തിൽ എന്തൊക്കെയാണ് ഇവിടെ വന്നേ? ഒരു മംഗള ശ്ലോകം വന്നു. പിന്നെ മനുഷ്യജന്മത്തിന്റെ മേന്മ, അതിനെ പ്രശംസിച്ചുകൊണ്ട് ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷം ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് അധികാരിത്വത്തെ, സാധനാ ചതുഷ്ടയ സമ്പത്തി നേടണം, അധികാരികളാകണം. എന്തിന്? മോക്ഷം നേടാൻ മുമുക്ഷുത്വം വരണം, അധികാരികളാകണം. അത് പറഞ്ഞു. പിന്നെ ഗുരു ശിഷ്യ പരിചയം നമ്മളെ നടത്തി. ഗുരുവിന്റെ ലക്ഷണം, ശിഷ്യന്റെ ലക്ഷണമൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ശിഷ്യൻ ഒരു 7 ചോദ്യങ്ങൾ ചോദിച്ചു, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ.
അതിന് ഉത്തരങ്ങൾ കിട്ടി. പിന്നെ ജീവൻ മുക്തനെ കുറിച്ച് വർണ്ണിച്ചു, ജ്ഞാനഫലത്തെക്കുറിച്ച് പറഞ്ഞു, വിദേഹമുക്തിയെക്കുറിച്ച് പറഞ്ഞു, കർമ്മതത്വങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവസാനം ഏത് സന്ദർഭത്തിലും ഇതെല്ലാം പഠിച്ച ശേഷം ആ പഠിച്ച ആൾ എങ്ങനെ ഇരിക്കും എന്ന് ആ ശിഷ്യൻ തൻ്റെ മനോനിലയെ പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അതുപോലെ ആവണം നമ്മൾ. ആ ശിഷ്യന്റെ മനോനിലയ്ക്ക് നമ്മുടെ മനോനിലയും വരണം. അതെങ്ങനെയാ ഉണ്ടാവുക? അറിവ് കൊണ്ട് മാത്രമേ മനസ്സിൽ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് വേറെ ഒരു കുഴപ്പമില്ല. നമ്മൾ ആത്മചൈതന്യം ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ വളരെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നേ. എവിടെയാണ് കുഴപ്പം? പരിവർത്തനം ഉണ്ടായിട്ടില്ല. അതായത് സത്വരജതമോ ഗുണങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ആണ് ജന്മം വരെ ഉണ്ടായത്. ഇതില് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചിലർക്ക് സത്വഗുണം കൂടുതൽ, ചിലർക്ക് രജോ ഗുണം, ചിലർക്ക് തമോ ഗുണം. ഏതായാലും ഇത് മൂന്നും ഉണ്ടാകും. ചെറിയ തോതിൽ ചെറുതായിട്ടുണ്ടാവും, ചിലത് വലുതായിരിക്കും. ഈ മൂന്നും ഇല്ലാത്തൊരവസ്ഥ, ആ അവസ്ഥയിലാണ് ജന്മമില്ലാത്ത അവസ്ഥ. സത്വരജം കൂടുതൽ ഒന്നുമില്ല, ഒരു ഗുണം. സത്വരജ തമോ ഗുണങ്ങൾ എന്നാ പറയുന്നത്. ഒരു ഗുണവും പാടില്ല. നിർഗുണം, നിഷ്കളം, നിർഗുണം, അങ്ങനെയല്ലേ? നിത്യം, നിരഞ്ജനം, ഇങ്ങനെയൊക്കെയല്ലേ ഭഗവാനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം. നിഷ്കളോ നാരായണ ഉപനിഷത്തിലുണ്ടല്ലോ. അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളും എത്തണം. ഒരു ഗുണത്തിനും അടിമയായിരിക്കരുത്. സ്വയം ഞാൻ ഭയങ്കര നല്ലവനാണ് അങ്ങനെ തോന്നിയാൽ സത്വഗുണത്തിന് അടിമയായി. ഞാൻ നല്ല കാര്യങ്ങളാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദാനധർമ്മങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യുന്നു, 10 പേരോട് ഞാൻ പറയുന്നു ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, സാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഭഗവാനെ സ്വപ്നം കണ്ടു, ഇങ്ങനെ സത്വഗുണത്തെക്കുറിച്ച് ഗർവാണ് അടിച്ചു കഴിഞ്ഞാൽ അത് പോയി. ഇപ്പൊ ഗുണത്തിലായി. ഒന്നും പറയണ്ട, ആരോടൊന്നും പറയണ്ട, മനസ്സിലും ഒന്നും തോന്നണ്ട. ഞാൻ സർവ്വസ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയാണ്. ഈ ശരീരം ഇതോടുകൂടി തീർന്നു, എനിക്ക് ഇനി ശരീരം വേണ്ട, ഇനി ശരീരം വേണ്ട, ഒരു പ്രത്യേകിച്ച് ഒന്നും എനിക്കിവിടെ നേടാനില്ല. അങ്ങ് എങ്ങനെയാണോ ഇരിക്കുന്നത് സർവ്വസ്ഥലത്തും നിറഞ്ഞ് അനന്തമയനായിട്ടിരിക്കുന്നത്, അതുപോലെ ആനന്ദമയനായിട്ടാണ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്കത് മനസ്സിലായിട്ടുണ്ട്. എപ്പോ ഞാൻ സുഷുപ്തിയിൽ ചെല്ലുമ്പോ എൻ്റെ ഈ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്ത്, എൻ്റെ മനസ്സ് പോലും പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്ത്, ഒന്നുമില്ലാത്ത സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിച്ചത്. അതുകൊണ്ട് ഞാൻ എണീറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു സുഖമായി ഉറങ്ങി. അപ്പോ ഞാൻ ഈ സമ്പാദിച്ച പണമോ, ഞാൻ ഈ സമ്പാദിച്ച കെട്ടിടമോ, ഞാൻ ഈ സമ്പാദിച്ച ഭാര്യയോ ഭർത്താവോ, ഞാൻ എനിക്കുണ്ടായ കുഞ്ഞുങ്ങളോ, എൻ്റെ അയൽവക്കക്കാരോ, ഇതൊന്നും ഇല്ലായിരുന്നല്ലോ അവിടെ. യാതൊന്നുമില്ല അവിടെ. അവിടെ ഒരു പ്രകാശം മാത്രം ഉള്ളിലുണ്ട്. ഒരു ചൈതന്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ശ്വാസോച്ഛ്വാസം, സുഷുപ്തിയിൽ ആരെ ശ്വാസോച്ഛ്വാസം ചെയ്യിപ്പിച്ചേ? നമ്മൾ ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ഓക്സിജൻ പിടിച്ചോണ്ടിരിക്കുകയാണോ? കോവിഡ് കാലത്ത് ചെയ്യുന്ന പോലെ ഒന്നുമല്ല. ആ ഭഗവാൻ അത് തനിയെ ഉള്ളിലുള്ള ഈ പ്രാണശക്തി തനിയെ പ്രവർത്തിക്കുന്നു. പ്രാണശക്തി പ്രവർത്തിപ്പിക്കുന്നതാരാണ്? നേരത്തെ നമ്മൾ പഠിച്ചു. ചെവിയെ കേൾപ്പിക്കുന്നവരാണ്, കണ്ണിനെ കാണിക്കുന്നവരാണ്, മൂക്കിനെ ഗന്ധം മണപ്പിക്കുന്നവരാണ്. ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന ആ ശക്തിയാണ് പ്രാണനെയും പ്രവർത്തിപ്പിക്കുന്നത്. ആ ശക്തി എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. ആ ശക്തി ശരീരം വിടുമ്പോ ഈ പ്രാണനും നിലയ്ക്കും, എല്ലാം നിലയ്ക്കും. പക്ഷെ നമ്മൾ കാണുന്നത് ആരാണ്? പ്രാണൻ നിലയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രാണൻ പോയി എന്ന് പറയും അല്ലേ? സത്യത്തിൽ ആരാണ് പ്രാണനെ നിർത്തിയത്? പ്രാണൻ പോകാൻ നമ്മൾ ഇരിപ്പുണ്ട്, നമ്മളും ഉണ്ട്, പുറത്തുള്ള എയറും ഉണ്ട്, എല്ലാം ഉണ്ട്, നമ്മുടെ ശരീരവും കിടപ്പുണ്ട്. എന്തേ ഇവൻ പ്രവർത്തിക്കാത്ത? പ്രവർത്തിപ്പിക്കുന്ന ആള് പോയി. ആ പ്രവർത്തിപ്പിക്കുന്ന ആളാരാണ്? ഞാൻ തന്നെയാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴേ നമുക്കിത് പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ ശരീരമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരമല്ല എന്ന് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞാൽ പറയാൻ പറ്റും, ഞാൻ അനന്തത്തിലാണ്. പിന്നെ തിരിച്ച് ഈ ശരീരത്തിന്റെ പ്രവൃത്തികളിലോട്ട് വരില്ല. നമുക്ക് കാണുമ്പോ തോന്നും, നമ്മളത് പഠിച്ചല്ലോ എങ്ങനെയാണ് മുക്തപുരുഷൻ പ്രവർത്തിക്കുന്നതെന്ന്. നമുക്ക് തോന്നും അവർ സാധാരണ പോലെയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല എന്ന് പറഞ്ഞു തന്നു ആചാര്യസ്വാമികൾ. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് വേണ്ടതെല്ലാം ആചാര്യസ്വാമികൾ ഇവിടെ തന്നു. അങ്ങനെ ഇത് മുമുക്ഷുക്കൾക്കായിട്ടാണ് ആചാര്യസ്വാമി സമർപ്പിച്ചത്. മുമുക്ഷുക്കൾക്കായിട്ടാണ്, അല്ലാത്തൊരിത് വായിച്ചിട്ട് ഒരു കാര്യമില്ല.
നമ്മൾ ചുമ്മാ ഒരാളോട് പറയാണ് വിവേക ചൂടാമണി വായിച്ചു നോക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മുമുക്ഷു ആയിരിക്കണം, ആത്മതത്വം അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. ഈ ഭഗവാൻ എന്നാൽ എന്താണ്, ഈ നിജസ്ഥിതി എന്താണ്, ഈ പ്രവർത്തിക്കുന്നത് എങ്ങനെ, ഈ പ്രപഞ്ചം എങ്ങനെ മുന്നോട്ട് പോകുന്നു, ആരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? ഒരു ശക്തി ഇല്ലാതെ കണ്ട് ഇതൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു നിയമമുണ്ട്, ഇവിടെ നിയമം നടക്കുന്നുണ്ട്. ആ നിയമം നമ്മൾ ഉണ്ടാക്കിയ നിയമമല്ല, ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. മഴക്കാലത്ത് മഴ വരുന്നു, വേനൽക്കാലത്ത് ഇത് വരുന്നു, എല്ലാ ക്ലൈമറ്റുകളൊക്കെ ചേഞ്ച് ആയിട്ട് ഭൂമി തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഒന്നിനൊരു പ്രശ്നവുമില്ല. അതിനൊരു നിയമം അവിടെ നിയമം ഉണ്ട് പ്രകൃതിക്ക്. അപ്പൊ ആരാണ് ഈ പ്രകൃതിക്ക് നിയമം വെച്ചിരിക്കുന്നത്? ഈ നിയമം പരിപാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരാൾ കാണുമല്ലോ ഉറപ്പായിട്ടും. അതാരാണ്? അതാണ് സാക്ഷാൽ ബ്രഹ്മം. എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം. അത് ചലിക്കുന്നതായിട്ടും കാണും, ചലിക്കാത്തതായിട്ടും കാണും. അങ്ങനെയുള്ള ആ പരമസത്യത്തെ അറിയുവാൻ ആഗ്രഹമുള്ളവരാണ് മുമുക്ഷുക്കൾ. അങ്ങനെയുള്ളവർക്കായിട്ട് ഈ ഗ്രന്ഥത്തെ, ഈ പ്രകരണ ഗ്രന്ഥത്തെ സമർപ്പിച്ചു ആര്? ശങ്കരാചാര്യസ്വാമികള്. എന്നിട്ട് പറഞ്ഞു, മോക്ഷപ്രദായകമായ ഈ ഗ്രന്ഥം നന്നായി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിന്റെ അവസാനത്തെ ശ്ലോകം, അതും നമ്മൾ ലാസ്റ്റ് ശ്ലോകം തന്നെയാണ്, 584 ശ്ലോകം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 108 എടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ഗ്രന്ഥം ഇവിടെ സമാപിച്ചു. ആചാര്യസ്വാമികളുടെ പാദത്തില് കോടി കോടി പ്രണാമം. ഈ ഗ്രന്ഥം നമ്മുടെ ഉള്ളില് നന്നായിട്ട് പ്രവർത്തിക്കാൻ ആചാര്യസ്വാമി തന്നെ അനുഗ്രഹിക്കട്ടെ. മഹാദേവന്റെ അവതാരമായ ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് അനുഗ്രഹം തരട്ടെ. വീണ്ടും വീണ്ടും ഈ ഗ്രന്ഥം വായിക്കാനായിട്ടുള്ള സമയവും നമുക്ക് കിട്ടട്ടെ. അതിലുള്ള അറിവ് നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. അത് ആചരിക്കാനുള്ള സാഹചര്യങ്ങളും ഭഗവാൻ നൽകട്ടെ. അങ്ങനെ ഈ ജന്മം കൊണ്ട് ഈ ശരീരം വിട്ടിട്ട് ഇനിയൊരു ശരീരം എടുക്കാത്ത രീതിയിൽ നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി തീരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ ഇതിനൊരു അവസരമൊരുക്കി തന്ന ഭഗവാൻ ഈ ജന്മത്തില് ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കാനുള്ള ആ രാജപാത കാണിച്ചു തന്ന ഭഗവാൻ ബാബയുടെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് നമുക്കിവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത് സത്. ബ്രഹ്മാർപ്പണമസ്തു. പുതിയത് ഏതാണെന്നുള്ളത് ഗ്രൂപ്പിൽ ഇടാം. 1-2 പരിഗണനയിലുണ്ട്. നമുക്ക് നോക്കിയിട്ട് ഏറ്റവും നമുക്ക് ഒക്കെ മനസ്സിലാകുന്നത് ഏതാണോ അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സായിറാം. സായിറാം സാർ, നല്ല കിട്ടിയതിന് ഭഗവാനോട് താങ്ക് യു പറയണം സാർ. ഇങ്ങനെ ഒരു ഗുരു കിട്ടിയതിന് നല്ലൊരു താങ്ക് യു. എന്തായാലും ഗുരു ശിഷ്യ പരമ്പരയില് വരേണ്ടതാണല്ലോ. അപ്പൊ ഞങ്ങളുടെ ഗുരു ഇപ്പൊ സാറാണ്. അപ്പൊ എന്തായാലും പാദ നമസ്കാരം. ഒരു ഗുരുവാണ് ഭഗവാൻ. അല്ല